അപ്പൊ എങ്ങനെയാണ് പൂർവോപാസിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു വൈപരീത്യോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മയോ അങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മത്തിൽ ഇവിടെ വന്നിട്ടുണ്ടോ ഒരു കാലഘട്ടത്തിലോ രാശിയിലായതുകൊണ്ട്? തീർച്ചയായിട്ടും. അല്ല, അതാണല്ലോ നമ്മൾ ആദ്യം ആ ശനിയും ചന്ദ്രനും കൂടി ഒരുമിച്ച് നിൽക്കണോണ്ട് പറഞ്ഞത്. പുനർഭൂ എന്നുള്ളൊരു ലക്ഷം വന്നപ്പോ ഏത് പൂർവ്വകാലഘട്ടത്ത് സ്വതന്ത്രമായിട്ട് ദേവതയെ ആരാധിച്ചു, ഇടക്കാലത്ത് എന്തോ ഒരു പരിവർത്തനം വരുത്തിയതാണ് ഈ കുടുംബത്തിന്റെ ദോഷത്തിന് കാരണമായി തീർന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വെച്ചു. അപ്പൊ ആ ഒരു വിഷയത്തിലേക്കാണ് അങ്ങ് പറഞ്ഞു വന്നതായിട്ടുള്ള ഈ 9ാം ഭാവതി ബാധാരാശിയിൽ അല്ലെ, ബാധാരാശിയിൽ നിന്നതുകൊണ്ട് ഈ ഗുരു സമ്പ്രദായത്തിൽ അല്ലെ, ഗുരു വിയുക്ത എന്ന് പറഞ്ഞതുകൊണ്ട് എന്തോ ഒരു ഗുരുവിന്റെ ആരാധനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമാണ് ഇതിന്റെ ഏതുമായി തീരുമെന്നാണല്ലോ അപ്പൊ അങ്ങയുടെ ചോദ്യം. അതില് മറ്റൊരു നിയമം കൊണ്ടുവരാനുള്ളത്, അവിടെ അന്യോന്യം രീതി പശ്യത ശശിദേവി യദ്വാർത്തി സൗമ്യോതത വക്രോവാ സമകം നിവേശമസ്മേ ചന്ദ്രോദയോ ചേസ്തോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ ബുധനും ശനിയായിട്ട് അന്യോന്യം ഓജരാശിയിലും യുഗ്മരാശിയിലായിട്ട് ബുധശനിമാര് നിന്നിട്ട് പരസ്പരം ദൃഷ്ടി ചെയ്യാം. ഇങ്ങനെ വന്നാൽ ക്ലീബജന്മസ്യാത് എന്നാ. ക്ലീബത്വം എന്ന് പറഞ്ഞാൽ എന്താ? നപുംസകത്വം അല്ലേ. അപ്പോ തനതായ സ്വഭാവം പ്രത്യക്ഷമാവാത്തതാണല്ലോ നപുംസകം അല്ലെ. അപ്പൊ ആ ക്ലീബത്വം ഇവിടെ സംഭവിച്ചു. ഭഗവതിക്ക് തന്റേതായ അവസ്ഥയെ പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഒരു ക്ലീബത്വം ഇവിടെ സംഭവിച്ചു കൊണ്ടുപോയിട്ട് ആ ക്ലീബത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. അത് എവിടെ സംഭവിച്ചു പറഞ്ഞാൽ സ്ഥിരേ സഹജം. അടുത്ത കാലഘട്ടത്തിൽ എപ്പോഴോ ഈ ദേവതയിൽ എന്തോ ഒരു പരിവർത്തനം വരുത്തിയതിൽ ഈ ക്ലീബത്വം സംഭവിച്ചു. ആ ക്ലീബത്വമാണ് ഈ തറവാടിന്റെ അടിസ്ഥാനപരമായ ദോഷത്തിന്റെ കാരണം എന്നുള്ളത്, ദേവതയിലുള്ള ദോഷത്തിന്റെ കാരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കണം. ഇതുകൊണ്ട് തന്നെ ആ ദോഷം എന്ന് സംഭവിച്ചു അതിനുശേഷം ഈ കുടുംബങ്ങളൊക്കെ പരസ്പരം ഭിന്നമായി പോവാൻ തുടങ്ങി.